ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ജി ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പം നമുക്ക് ഇന്ന് കുറച്ച് മാമ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കതിന് വെച്ചിട്ട് നല്ലൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പം നല്ല മധുരമുള്ളൊരു മാങ്ങയാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ പുളിയുള്ള തൈരൊക്കെ ഒഴിച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി വെക്കുകയാണെങ്കിൽ. അപ്പം ഞാനിതിൽ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു 2-3 മാങ്ങ വെച്ചിട്ടൊരു മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ മാങ്ങയുടെ തോലൊക്കെ നല്ലപോലെ കളഞ്ഞിട്ട് അത് ഒന്ന് ചട്ടിയിലേക്കിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 3 മാങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം ഇത് ഏകദേശം തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ലപോലെ വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനുള്ള അരപ്പ് അരച്ചെടുക്കാം. അപ്പം ഞാനിതിൽ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. പച്ചമുളകുണ്ട്, കുരുമുളകുണ്ട്, ജീരകമുണ്ട്. അപ്പോൾ നമുക്കിത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഈ മിക്സറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഈ തേങ്ങയുടെ പച്ചമണം പോകുന്നിടം വരെ നല്ലപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ഒരു 400 മില്ലി തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ആ തൈരും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അധികം തിളപ്പിക്കണം എന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടാവുകയോ വേണ്ടുള്ളൂ. ഇനി നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു പാന് ചൂടാക്കിയിട്ട് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂണ് കടുകും 1/4 ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളകും ചേർത്ത് അതിൻ്റെ കൂടെ നല്ല ഒരു പിടി ഫുള്ള് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ കടുക് താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം, മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കൂ. Thank you for watching guys.